പിന്നെ ഗോവിന്ദനെ വേണോ എന്ന് ചോദിക്കുക. അവർക്ക് വെണ്ണയും ഗോവിന്ദനും തമ്മിൽ യാതൊരു ഭേദമില്ല. അവർക്ക് വെണ്ണയും ഗോവിന്ദനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഈ പ്രപഞ്ചത്തിൽ ഒന്നിനോടും ഭേദബുദ്ധിയില്ല. ഭേദബുദ്ധി ഇല്ലാണ്ട് അവനല്ലേ ഭക്തിയുടെയും തത്വജ്ഞാനത്തിന്റെയും പരമമായിട്ടുള്ള ഫലം. ഇത് ദിവസവും വിളിച്ചാവുന്ന കാലത്ത് ഉദ്ധവം കാണുകയാണ്. ഈ ഗോവിന്ദ പദത്തിന് പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഭാഗവത സത്രത്തിൽ എവിടെ പോയാലും കേൾക്കണത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ. മറ്റേ ഇതിലെ മാഹാത്മ്യം, ഭാഗവത മാഹാത്മ്യം പറഞ്ഞതിൽ രണ്ട് കോണ്ടെക്സ്റ്റില് ഞാനതൊക്കെ പറയാൻ പോയാൽ എൻ്റെ ഇന്നത്തെ വിഷയം മുഴുവൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് സാധനത്തിൽ പോകില്ല. നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ മതി. ആ മാഹാത്മ്യം എടുത്ത് നോക്കിയാൽ രണ്ട് ദിക്കിൽ ഗോവിന്ദപദം ഉപയോഗിച്ച് അതിൻ്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ആ അവസാനം അക്രൂരൻ എന്ന് പറഞ്ഞൊരു ക്രൂരൻ ഉണ്ടായിരുന്നല്ലോ ഈ ഭാഗവതത്തിൽ. ഗോപികമാര് പറയണതാണ് ക്രൂരൻ എന്ന്, ഞാൻ പറഞ്ഞതല്ല കേട്ടോ. അയാൾ മഹാക്രൂരനാണെന്നാണ് അക്രൂരനെ കുറിച്ച് പറഞ്ഞത്. കാരണം ആ മനുഷ്യൻ ഇവിടെ വന്ന് ഒരു അക്ഷരം മിണ്ടാണ്ട് വെളുപ്പാൻ കാലമാകുമ്പോൾ രാത്രി വന്നു, വെളുപ്പാൻ കാലത്ത് കൃഷ്ണനെയും കുട്ടിയങ്ങോട്ട് മധുരയിലേക്ക് പോയി, നമ്മളോടൊന്നും പറയാതെ. തങ്ങളുടെ ജീവിത സർവസ്വമായിരിക്കുന്ന ഭഗവാനെ ഒരക്ഷരം ഉരിയാടാതെ ഒരു വെളുപ്പാൻ കാലത്ത് പ്രഭാതത്തിൽ ഇവരൊക്കെ എണീറ്റ് വരുന്നതിന് മുമ്പ് എല്ലാവരും വന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ തടയും, കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരൊക്കെ എണീറ്റ് പുറപ്പെട്ട് റെഡിയായി വരുന്നതിന് മുമ്പ് അതിപ്രഭാതത്തിലാണ് അക്രൂരൻ തന്നെ സ്വയം തേര് തെളിക്കുന്നത്, തേര് തെളിച്ച് കൊണ്ടുപോകുന്നത്. ഗാന്ധിനി സുതൻ. അങ്ങനെ ഈ അവിടെ ആ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഒരു ശ്ലോകമുണ്ട്. അവിടെ ആ ശ്ലോകം അവസാനിക്കുന്നത് ഗോവിന്ദ ദാമോദര മാധവേതി എന്നാണ്. ഈ ഗോപികമാരുടെ അങ്ങേറ്റത്തെ ആർത്തനാദത്തിൽ ഉയർന്നു പൊങ്ങുന്ന ഒരേ ഒരു നാമേ ഭഗവാന്റെ ഉള്ളൂ, അത് ഗോവിന്ദ എന്നുള്ള. അങ്ങനെ ഗോവിന്ദ ശബ്ദത്തിന്റെ, ഗോവിന്ദ നാമത്തിന്റെ വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അതിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഗോവിന്ദൻ എന്നുള്ള പേരാണ് എന്ന് ഭാഗവതത്തിൽ പല ദിക്കിലും വാച്യമായും വ്യംഗ്യമായും ഒക്കെ വ്യാസൻ പ്രയോജനം. അതുകൊണ്ടാണ് അതിനെ കാവ്യം എന്ന് പറയുന്നത്. അതിനെ വെറും വാച്യം മാത്രമല്ല, വ്യംഗ്യമായിട്ടും പല ദിക്കിലും പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഈ ഉദ്ധവൻ, ഇങ്ങനെയുള്ള ഉദ്ധവൻ എല്ലാ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആള്, അദ്ദേഹം ഭഗവാനോട് തൻ്റെ രൂപം ഈ ഭാഗവതത്തിൽ സന്നിവേശിപ്പിച്ചിട്ട് പോണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവത ഗ്രന്ഥത്തിൽ ഭഗവാന്റെ രൂപം, ഇപ്പൊ നമുക്ക് ഭഗവാന്റെ രൂപം, പഴയ സങ്കല്പം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഭാഗവതം വായിക്കാൻ ഒരു വഴിയില്ല. ഭാഗവതത്തിലൂടെ അല്ലാണ്ട് പിന്നീട് പല കൃതികളും പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഭാഗവതത്തെ അനുകരിച്ചുകൊണ്ട്, ഭാഗവതത്തിന് ആശയം എടുത്തുകൊണ്ട് പലതരത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഭാഗവതം പോലെ ആവില്ല. ഭാഗവതം പോലെ അത്ര പൂർണ്ണമായിട്ട് അത് ആവില്ല. അതിന് ഭാഗവതം വായിക്കാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കാനും ഭാഗ്യം ഉണ്ടായിട്ടുള്ളവർക്ക് അതറിയാം. എന്താണ് ഭാഗവതത്തിലെ ഓരോന്നും ഓരോ മന്ത്രം പോലെ നമുക്ക് അനുഭവപ്പെടുന്നത്, വേദമന്ത്രങ്ങൾ പോലെ ആധികാരികമായിട്ട് ഭാഗവതത്തിലെ ഓരോ ശ്ലോകവും നമുക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ ഉദ്ധവൻ ഈ പ്രാകൃത ഭക്തിയെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ഈ ഭക്തി 3 തരത്തിൽ പറഞ്ഞല്ലോ: പ്രാകൃത ഭക്തി, മധ്യമ ഭക്തി, ഉത്തമ ഭക്തി. ഇതിൽ പ്രാകൃത ഭക്തിക്ക് വേണ്ടിയിട്ടാണ്, ആ ഭക്തിയാണ് ആദ്യം ഒരുത്തൻ അവലംബിക്കേണ്ടി വരിക. ഒരു പ്രാഥമിക ദശയിൽ ഒരാള് ഭക്തിയിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ പ്രാഥമിക ഭക്തിയിലായിരിക്കും, ആ പ്രാകരണിക ഭക്തിയിലായിരിക്കും, ആ പ്രാകൃത ഭക്തിയിലായിരിക്കും. ആ പ്രാകൃത ഭക്തി ഉണ്ടാവുന്നത് ഈ മൂർത്തി പൂജയിലാണ്. ഈ മൂർത്തി പൂജയാണ് ഈ പ്രാഥമിക ഭക്തി എന്ന് പറയുന്നത്. അത് കേവലം ബാഹ്യമാണ്. എന്നാൽ അത് കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറും. വെറും പുറമേ ഉള്ളത് മാത്രമല്ലാതെ ഉള്ളിൽ തട്ടിയിട്ട് അത് സംഭവിക്കും. ആ ഭക്തിഭാവം അത് മറ്റേ വിടർന്ന് പടർന്ന് പന്തലിക്കും. അത് ജപ തപങ്ങളിൽ കൂടെയാണ്, സ്തോത്രങ്ങളിൽ കൂടെയാണ്. അങ്ങനെ സ്തോത്രങ്ങള്, ജപങ്ങള്, തപങ്ങള് ഇതൊക്കെ വരുമ്പോൾ അത് രണ്ടാമത്തെ സ്റ്റേജാണ്. അതിനാണ് മധ്യമം എന്ന് പറയുന്നത്. അത് കുറെ കൂടി ഭഗവാനോട് നമ്മൾ ആന്തരികമായിട്ട് അടുക്കുക. ഉള്ളുകൊണ്ട് നമ്മൾ ഉള്ളിലാണ് ഭഗവാന്റെ ആ സങ്കല്പം കൂടുതൽ ഉണ്ടാവുന്നത്, പുറത്തല്ല. പുറത്തൊരു മൂർത്തിയിൽ കാണുന്നതല്ല ഭഗവാൻ.
അത് ഉള്ളിൽ കാണപ്പെടേണ്ട ഒന്നാണ്. പക്ഷെ ഉള്ളിൽ കാണാൻ വെച്ചാൽ ഉള്ളിൽ രൂപം കാണുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഉള്ളിലെ ഈ രൂപവുമല്ല, ആ രൂപത്തിൻ്റെ പിന്നിൽ വേറെ എന്തോ ഒരു തത്വമുണ്ട്. ആ തത്വമാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പിന്നത്തെ സ്റ്റേജിലറിയാം. അത് മൂന്നാമത്തെ സ്റ്റേജാണ്. അതിനെയാണ് പരാഭക്തി. പരാഭക്തി എന്ന് പറയുന്നത് ഉത്തമ ഭക്തിയാണ്. നിർഗുണമായ ഭക്തി, മറ്റേ നിഷ്കാമമായ ഭക്തി, അത് അങ്ങനെയുള്ള ഈ ഭക്തി ഒരു ഭക്തിയോഗമായിട്ട് വികസിക്കുന്നത്, ഭക്തിയോഗമാകുന്നത് ഭക്തി അനാസക്തമായിട്ട് ചെയ്യുമ്പോഴാണ്. അനാസക്തി യോഗം കൊണ്ടാണ് ഭക്തി അത് യോഗമാകുന്നത്. അപ്പോൾ ഒരു യോഗം, ഇപ്പം നമ്മളെ കർമ്മം എന്ന് പറയും, കർമ്മയോഗം എന്ന് പറയും. ജ്ഞാനം എന്ന് പറയും, ജ്ഞാനയോഗം എന്ന് പറയും. ഭക്തി എന്ന് പറയും, ഭക്തി യോഗം എന്ന് പറയും. ഇവിടെയൊക്കെ ഈ യോഗം എന്ന പദത്തിൻ്റെ അർത്ഥം ഭക്തി നിഷ്കാമമായിട്ട്, ഇപ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ യാതൊരു കാമനയുമില്ലാതെ, യാതൊരു ആസക്തിയുമില്ലാതെ അനാസക്തമായി നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് അത് കർമ്മയോഗമാകുന്നത്. അതൊരു ഉപാസനയുടെ ലെവലിലേക്ക് ഉയരും. നിങ്ങൾക്കറിയും എന്നാണ് എൻ്റെ വിശ്വാസം. വേദത്തിലൊക്കെ ഭക്തി എന്നല്ല പറയണത്, ഉപാസന എന്നാണ് പറയുന്നത്. ഉപാസന എന്നുള്ള വാക്കാണ് വേദത്തിൽ ഉപയോഗിക്കുക. സാധാരണ ഭക്തി, പ്രാകൃത ഭക്തി വേദത്തിലില്ല, മധ്യമ ഭക്തി ഇല്ല. അവിടെയുള്ളത് ഉത്തമ ഭക്തി മാത്രമേ വേദത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ആ ഭക്തിയെ മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ. മറ്റ് ഭക്തികളൊക്കെ എനിക്ക് കയറാനുള്ള ചവിട്ടുപടികൾ മാത്രമാണ്. അത് ഭക്തിയല്ല, ഭക്തിയിലേക്ക് കയറാനുള്ള ഒരു ചവിട്ടുപടിയാണ്. നിശ്രേണികളാണ്. നിശ്രേണിക. അപ്പോൾ അങ്ങനെ ഈ ഭക്തിയുടെ, ഈ പരാഭക്തിയുടെ പദവിയിലേക്ക്, മൂന്നാമത്തെ പദവിയിലേക്ക് എത്തുന്നതോടുകൂടിയാണ് ഭക്തി അനാസക്തമാകുന്നത്. അപ്പം അവിടെ ഭഗവാനോടുള്ള നമ്മുടെ ഭക്തി ഉണ്ടല്ലോ, ആ ഭക്തിക്ക് ഒരു കാമനകളും ഇല്ല, ഒന്നും ആഗ്രഹിക്കുന്നില്ല, യാതൊന്നുമില്ല. നമ്മൾ കണ്ടിട്ടില്ലേ ഏകാദശ അല്ല ദ്വാദശത്തിൽ മാർക്കണ്ഡേയന്റെ ചരിത്രം വർണ്ണിക്കുന്നെങ്കിൽ, മാർക്കണ്ഡേയ മുനി 16 വയസ്സേ ഉള്ളൂ. അദ്ദേഹം തപസ് ചെയ്യുമ്പോൾ പലരും വന്ന് അത് ഇത് തപസ് അടക്കാൻ നോക്കി, അതൊന്നും നടന്നില്ല. അവസാനം എന്തെങ്കിലുമൊക്കെ പ്രലോഭിപ്പിച്ച് കൊടുത്തിട്ട്, ആഗ്രഹം കൊടുത്ത്, വരം കൊടുത്ത് അങ്ങനെ കയ്യിലാക്കാൻ പറ്റുമെന്ന് നോക്കി. ദേവന്മാരൊക്കെ വന്നു, നരനാരായണ ഋഷിമാരവിടെ വന്നു, ശിവനും പാർവതിയും കൂടി വന്നു, അങ്ങനെ എല്ലാവരും വന്നു. ആര് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇളകാൻ പാടില്ല, ഇദ്ദേഹത്തിനൊന്നും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല. തപസ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഫലം വേണം. ഫലമില്ലാത്ത തപസ്സല്ല. അതുകൊണ്ട് എന്തെങ്കിലും അതിൻ്റെ ഒരു ഫലരൂപത്തിൽ എന്തെങ്കിലും സാധനം വേണം. അതെന്താണ് അന്വേഷിച്ചു. അവസാനം അദ്ദേഹം സമ്മതിച്ചു എന്നൊരു കാര്യം ചെയ്യാം. ഭഗവാന്റെ മായ ഒന്ന് കണ്ടാണ്. മായ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഈ ഭക്തിയിൽ മായയ്ക്ക് ഒരു റോളുമില്ല. വേദാന്തത്തിലെ റോളുള്ളൂ. വേദാന്തത്തിലെ മായ ഭക്തിയിൽ വരുമ്പോൾ അതിനെ ലീല എന്നാ പറയാ. ഭഗവാന്റെ ലീലകളാണ്. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക, സൃഷ്ടിച്ച് അതിൻ്റെ ഉള്ളിൽ തദേവ അനുപ്രാവിശൽ എന്ന് ഉപനിഷത്ത് പറഞ്ഞതുപോലെ ആ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുക, എന്നിട്ട് അതിനെ സംരക്ഷിക്കുക, പിന്നെ അത് നശിക്കാറാവുമ്പോൾ അതിനെ നശിപ്പിക്കുക. ഇങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന ഭഗവാന്റെ ലീലകൾ എന്നാണ് മായയ്ക്ക് ഉള്ള കൊണോട്ടേഷനായിട്ട്, അതിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഒരു കൊണോട്ടേഷനാണ് അത് ഭക്തി മണ്ഡലത്തിൽ ഉപയോഗിക്കുന്നത്. ഭക്തിയുടെ ഫീൽഡിൽ അങ്ങനെയാണ് അത് പറയുക. അപ്പോൾ വേദാന്തത്തിലെയും ഭക്തിയിലെയും ഈ ഇതുണ്ടല്ലോ മായ, വേദാന്തത്തിലെ മായ പോലെ അല്ല, ആത്യന്തികമായിട്ടതാണ്, സംശയമില്ല. പക്ഷേ അത് അവതരിപ്പിക്കപ്പെടുന്നതും അനുഭവപ്പെടുന്നതും അങ്ങനെയല്ല. അതാണ് ഭഗവാന്റെ ലീല എന്ന് പറയുമ്പോൾ അത് വളരെ സുകുമാരമായിട്ടുള്ളതും വളരെ ഹൃദ്യമായിട്ടുള്ളതും വലിയ അലൗകികമായ അനുഭൂതി ഉണ്ടാക്കുന്നതാണ്. മായ അങ്ങനെയുള്ളതല്ല, വേദാന്തത്തിലെ മായ അങ്ങനെയുള്ളതല്ല. നമ്മളെ മിസ്ലീഡിംഗ് ആണ്, നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നൊരു സാധനമാണ്. ഭഗവാന്റെ ലീല അതാവുമ്പോൾ അതിൻ്റെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ആസ്പെക്റ്റ് പോകും. എന്നിട്ട് അത് നമ്മളെ കൂടുതൽ ആസ്വദിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും നിർവൃതിദായകമായിട്ടും മാറും. ഇങ്ങനെ ഉള്ള ഭക്തി, ഈ മൂന്നാമത്തെ പദവിയിലെത്തുന്ന പരാഭക്തി, ആ പരാഭക്തിയാണ് നിഷ്കാമ ഭക്തി എന്ന് പറയുന്നത്. ഈ നിഷ്കാമ ഭക്തിയും തത്വജ്ഞാനവും തമ്മിലുള്ള അന്തരം